രണ്ടാമത് ട്രംപ് ഭരണകൂടം അമേരിക്കയിൽ ഭരണമേൽക്കുന്നു. 2025 മുതൽ ഇന്ത്യക്കാർക്ക് എന്തൊക്കെ വ്യത്യാസങ്ങളാണ് വരാൻ പോകുന്നത്? അമേരിക്കയിൽ ഉള്ള ഇന്ത്യക്കാർക്ക് വിസ സംബന്ധമായുള്ള എന്തൊക്കെ വ്യത്യാസങ്ങൾ വരുന്നു എന്ന് നമുക്ക് കാണാം. ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്കുള്ള ട്രേഡിന് എന്തൊക്കെ വ്യത്യാസങ്ങൾ വരുന്നു എന്ന് നമ്മൾ അറിയണം. നമുക്ക് ഇതിനകത്തേക്ക് കുറെ ചോദ്യങ്ങളാണ് കൂടുതലായിട്ടുള്ളത്, ഇല്ലേ? അമേരിക്കയിലെ ഇപ്പോൾ ട്രംപ് ഭരണകൂടം ഭരണമേൽക്കുന്ന സമയത്ത് നമ്മുടെ ഒരുപാട് ആളുകൾ അവിടെ ഉണ്ട്. എസ്പെഷ്യലി ഇവിടുന്ന് അങ്ങോട്ട് പഠിക്കാൻ പോകുന്ന കുട്ടികളുണ്ട്, അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുണ്ട്. ഇവരുടെയൊക്കെ ഭാവി എന്താണ്, എന്തൊക്കെ വ്യത്യാസങ്ങൾ വരാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ചെറിയ ചർച്ചയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സാധാരണ രീതിയിൽ സാധാരണക്കാരന് വരുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയായിരിക്കാം? ഒരു ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നതിൽ അവിടെ പഠിച്ച് ഗ്രാജുവേഷൻ ആയുള്ളവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് PR ലഭിക്കുന്നു എന്നുള്ളൊരു സന്തോഷ വാർത്തയുണ്ട്. അതിൽ ഇന്ത്യക്കാർ വളരെയധികം സന്തോഷിച്ചിരിക്കുകയാണ്. പിന്നീട് ബിസിനസ് പരമായിട്ട് നോക്കിയാൽ ഇന്ത്യൻ ബിസിനസ് ഫീൽഡും വളരെ സന്തോഷത്തിലാണ്. ബിസിനസ്സുകാർക്ക് നല്ലൊരു ഉയർച്ച വരും എന്ന് ചിന്തിക്കുന്നവരുമുണ്ട്, മറിച്ച് ചിന്തിക്കുന്നവരുമുണ്ട്. അതേപ്പറ്റി താങ്കളുടെ അഭിപ്രായം എന്താ? അല്ല, ഇപ്പം മാർക്കറ്റിന്റെ റിയാക്ഷൻ, അതായത് ഓപ്പൺ മാർക്കറ്റ് റിയാക്ഷൻ എന്നുള്ളത് നോക്കുകയാണെങ്കിൽ, അദ്ദേഹം അവിടെ ഭരണം ഏറ്റു എന്ന ന്യൂസ് വന്ന ഉടനെ തന്നെ ഇന്ത്യൻ മാർക്കറ്റുകൾ ഇടിയുകയാണ് ചെയ്തത്. നേരത്തെ നമ്മുടെ ഡിസ്കഷനിൽ വന്നതുപോലെ കിറ്റെക്സ് എന്നൊരു സ്ഥാപനം, അതിന്റെ ഒരു ബ്രാഞ്ചും പ്രൊഡക്ഷൻ യൂണിറ്റും അവിടെ ഉള്ളത് കൊണ്ട് തന്നെ അവരുടെ സ്റ്റോക്ക് പ്രൈസ് വാല്യുവേഷൻ താഴെ വന്നു കുത്തനെ. കാരണം മേക്ക് ഇൻ അമേരിക്ക അല്ലെ മെയ്ഡ് ഇൻ അമേരിക്ക എന്നൊരു കോണ്ടെക്സ്റ്റുമായിട്ടാണ് ട്രംപ് ഭരണകൂടം വീണ്ടും വരുന്നത്. അവരെ സംബന്ധിച്ച് അവരുടെ രാജ്യമാണ്, ആ രാജ്യത്തിന്റെ വളർച്ചയാണ് അവർക്ക് മുഖ്യം, മറ്റു രാജ്യത്തിൻ്റെതല്ല. അതുകൊണ്ട് തന്നെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്ത് വരുന്നതിന് വെട്ടിക്കുറയ്ക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് അവർ. ഇപ്പൊ നമ്മൾ ചിന്തിക്കുമ്പോൾ അതിനകത്ത് നമ്മൾ ആലോചിക്കേണ്ട കാര്യം, തൊട്ടടുത്ത് കിടക്കുന്ന കാനഡയ്ക്ക് ഫെബ്രുവരി 1 മുതൽ 25% ടാരിഫ് പറഞ്ഞിരിക്കുന്നത്. അതൊരു ചെറിയ സംഖ്യയല്ല. ഓയിൽ ഉൾപ്പെടെ ഫുഡ് ഇൻഡസ്ട്രി ഉൾപ്പെടെ എല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു രാജ്യമാണ് കാനഡയെ സംബന്ധിച്ച്. അപ്പോൾ അങ്ങനെ ആ വരുന്ന ടോപ്പിക്കിൽ JD വാൻസ്, അതായത് ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റ് പറയുന്നതെന്ന് പറഞ്ഞാൽ, ഇത് ബ്രിക്സ് കൺട്രിയിലേക്കും കൂടെ ഞങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നതാണ് 1 by 1. ബ്രിക്സ് എന്ന് പറഞ്ഞാൽ ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക, എല്ലാ രാജ്യങ്ങളും എക്സ്പോർട്ട് ചെയ്യുന്നതാണ് അമേരിക്ക പോലെ അത്രയും വലിയൊരു മാർക്കറ്റിൽ. അപ്പൊ എക്സ്പോർട്ടിന് 25% ടാരിഫ് ഉറപ്പാണ്. പല രാജ്യങ്ങളിലേക്കും 1 by 1 ആയിട്ട് അത് വരികയും ചെയ്യും. അതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ പ്രധാനമന്ത്രിയെ അവിടുത്തെ ഇനോഗ്രേഷനെ വിളിച്ചില്ല എന്നുള്ളത്. ബിസിനസ്സുകാരെ വിളിച്ചു, പൊളിറ്റീഷ്യനെ വിളിച്ചില്ല എന്നുള്ളത് വലിയൊരു ഉദാഹരണമാണ്. അതിനുള്ള കാരണം എന്തോ അല്ല, പല രീതിയിൽ നമുക്കത് ചിന്തിക്കാം. നമ്മൾ പോസിറ്റീവായി ചിന്തിക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ്, ട്രംപ് എന്നുള്ളത്. ആ ബിസിനസ്സുകാരൻ ആ രാജ്യം ഭരിക്കുമ്പോൾ അതൊരു ബിസിനസ് ആയിട്ട് തന്നെ കണ്ട് ആ രാജ്യത്തിന്റെ പുരോഗമനം, ഒരു കമ്പനി നടത്തുമ്പോൾ ഇത്രയും കാലം സക്സസ്ഫുൾ ആയി എങ്ങനെ കമ്പനി നടത്തിയോ അതേ രീതിയിൽ അമേരിക്ക എന്ന രാജ്യം ഒരു ബിസിനസ് ആയി പ്രോഫിറ്റിൽ കൊണ്ടുവരണം എന്നുള്ളതാണ് പുള്ളിയുടെ ഉന്നം. ഒരുപാട് വിസ വ്യത്യാസങ്ങൾ ഉൾപ്പെടെ കാര്യങ്ങൾ പുള്ളി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തൊക്കെ നടപ്പിലാകുമെന്ന് കാണണം. അതുപോലെ ഈ ട്രംപ് കയറിയ ശേഷം ഇപ്പം ഇവിടുന്ന് പഠിക്കാൻ പോകുന്ന കുട്ടികളെ അവിടെ എന്തെങ്കിലും ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ, അവർക്ക് PR കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാകുമോ, അങ്ങനെ വല്ല വിഷയങ്ങളുണ്ടോ? അല്ല, അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഗ്രീൻ കാർഡ് എന്ന് പറയുന്നത് ഇച്ചിരി കടമ്പ എന്നുള്ളതായിരുന്നു ആദ്യം. ബട്ട് നിങ്ങളിപ്പോ പോകുമ്പോ നന്നായി പഠിച്ച് നല്ല രീതിയിൽ പാസ്സാകുവാൻ ചിന്തിക്കുന്ന അധ്വാനിക്കുന്ന വിഭാഗമാണെങ്കിൽ നിങ്ങൾക്ക് സന്തോഷിക്കാൻ ഒരുപാട് വകയുണ്ട്. കാരണം ഇപ്പോൾ ട്രംപ് ഭരണകൂടം പറയുന്നത്, നിങ്ങൾ പഠിച്ച് പാസ്സായി ഗ്രാജുവേറ്റ് ആയി ഉള്ളവരാണ് എങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഗ്രീൻ കാർഡ് ഞങ്ങൾ തരികയാണ്. ഐ മീൻ ദാറ്റ്സ് ആൻ ഓപ്പൺ ഓർഡർ അല്ലേ? ബട്ട് എന്താ, പഠിക്കണം, പാസ്സാവണം, സർട്ടിഫിക്കറ്റ് വേണം, ഗ്രാജുവേറ്റ് ആയാൽ ഗ്രീൻ കാർഡ് കിട്ടും എന്ന രീതിയിലാണ്. എന്ന് വെച്ചാൽ ഇപ്പൊ കാനഡയിലോട്ടോ ഓസ്ട്രേലിയയിലോട്ടോ ന്യൂസിലൻഡിലോട്ടോ ഒക്കെ പോകുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഇനി അമേരിക്കയിലേക്ക് ഷൂ എന്ന് പറഞ്ഞ് വഴി പിടിക്കും. അമേരിക്ക അവർക്കൊരു ഓപ്പൺ ഡോർ ആയിരിക്കും, പഠിക്കാൻ റെഡിയായി പോകുന്നവരാണ് എങ്കിൽ. അതിനുശേഷം അവർക്ക് അവിടെ നിൽക്കാനുള്ള സാഹചര്യങ്ങൾ ലഭിക്കുമോ, അതോ എന്തായി തീരുമെന്നുള്ളത് വല്ലതും പറയാൻ പറ്റുമോ? അല്ല, ഇപ്പൊ നമുക്ക് നമ്മുടെ മുൻപിലുള്ള ഡീറ്റെയിലുകൾ നമ്മൾ നോക്കിയാൽ അവര് അവിടെ ജനങ്ങളുടെ മുൻപിൽ കുറെ ആശയങ്ങൾ വെച്ചിരുന്നു. ഇന്ന ആശയത്തിന്റെ പുറത്താണ് ഞങ്ങൾ ഈ വോട്ടെടുപ്പിനെ നേരിടുന്നത് എന്ന് പറഞ്ഞിട്ട്. ഇവരെ സംബന്ധിച്ച് കഴിഞ്ഞ തവണ അവർ പറഞ്ഞതിൽ മെജോറിറ്റിയും നടപ്പിലാക്കാൻ ശ്രമിച്ച ഒരു ഭരണകൂടമാണ്. 2017 അവർ ഒരുപാട് എക്സിക്യൂട്ടീവ് ഓർഡർ ഒക്കെ സൈൻ ചെയ്തിരുന്നു. അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ഇത്തവണ അവർ അത് തന്നെ ചെയ്യാനാണ് സാധ്യത.
അങ്ങനെയെങ്കിൽ ഈ ഗ്രീൻ കാർഡ് കിട്ടുന്ന കുട്ടികളെ സംബന്ധിച്ച് അവിടെ ലേബർ മാർക്കറ്റ് അസസ്മെന്റും കാര്യങ്ങളും ഒന്നും വേണ്ട. അവർ അവിടുത്തെ റെസിഡന്റായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ജോലി കിട്ടാൻ എളുപ്പമുണ്ട്. സ്പോൺസർഷിപ്പ് തപ്പി കണ്ടുപിടിക്കേണ്ട കാര്യം ഇല്ല. അങ്ങനെയുള്ളത് കൊണ്ട് അവിടെ ജോലി കിട്ടാൻ എളുപ്പമാണ്. അതിനിടയ്ക്ക് ഒരു സംശയം കൂടെ, ഇസ്രായേലിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു, ഒരു വർഷത്തോളമായി. എന്നാൽ ഈ ട്രംപ് കയറുന്നതിന് ഒരു ദിവസം മുമ്പ് ഇത് യുദ്ധം നിർത്തലാക്കി. ഇത് ഈ ട്രംപ് കയറുന്നതും ഈ യുദ്ധം നിർത്തലാക്കിയതും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇത് പ്യുവർ സ്പെക്കുലേഷൻ ആണ്. എൻ്റെ എൻഡിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന രീതിയിൽ പറയുകയാണ്. JD വാൻസും ട്രംപും ഇതിന് ഇലക്ഷൻ നേരിടുന്ന സമയത്ത് തന്നെ പറഞ്ഞിരുന്നു, ഞങ്ങളാണ് പവറിലെങ്കിൽ വിത്തിൻ 48 hours ഈ യുദ്ധം നിർത്തലാക്കിയിരിക്കുമെന്ന്. അതിന്റെ 2-3 വശങ്ങൾ നമ്മൾ ചിന്തിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ, അമേരിക്ക എന്ന രാജ്യം മറ്റു രാജ്യങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് കാശ് ചെലവഴിക്കുന്ന ഒരു രാജ്യമാണ്. ട്രംപ് പറയുന്നത് അങ്ങനെ ഫ്രീ ആയിട്ട് കൊടുക്കാനുള്ളതല്ല, നമ്മൾ ചിലവഴിച്ച നമ്മുടെ മിലിറ്ററിയാണ്. ഇപ്പൊ സൗത്ത് കൊറിയ പോലുള്ള ചെറിയ രാജ്യങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ അവർ ഒരുപാട് കാശ് മുടക്കുന്നുണ്ട്. അവർ തിരിച്ച് ചോദിച്ചു തുടങ്ങി, ഓക്കെ ഇത്രയും പോരാ, യു ഹാവ് ടു പേ മോർ. ഇപ്പോൾ ട്രംപ് ഭരണകൂടത്തിന്റെ ഏറ്റവും വലിയൊരു കാര്യം 2017 എൻ്റെ ഓർമ്മ, അവര് ക്ലൈമറ്റ് ഗ്രൂപ്പ് പാരീസ് ക്ലൈമറ്റ് അഗ്രിമെന്റിൽ നിന്ന് വിഡ്രോ ചെയ്തിരുന്നു. ചൈനയ്ക്ക് ഇത്ര എമിറ്റ് ചെയ്യാമെങ്കിൽ, ഇന്ത്യക്ക് ഇത്ര എമിറ്റ് ചെയ്യാമെങ്കിൽ ഞങ്ങൾക്ക് എന്തുകൊണ്ട് പറ്റില്ല എന്ന ചോദ്യവുമായിട്ട്. അപ്പൊ അവരെ സംബന്ധിച്ച് ആ രാജ്യത്തിന്റെ വളർച്ചയാണ് മെയിൻ. അങ്ങനെ ഉള്ളപ്പോൾ ഈ ചെറിയ ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഒഴിവാക്കി ചെലവ് എത്രത്തോളം ചുരുക്കാമോ അത്രത്തോളം ചുരുക്കി അവർ മുൻപോട്ട് പോകും. അതിന് ഈ ഇത്തവണയുള്ള നമ്മുടെ ഭരണകൂടത്തിന്റെ സെലക്ഷൻ നോക്കിയാൽ മതി. ഇലോൺ മസ്കിനെയാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി ഏൽപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ വിവേക് രാംസ്വാമി ഉണ്ട്. ഇവർ രണ്ടുപേരും ഓൺടർപ്രണേഴ്സ് ആണ്. അവർ രണ്ടുപേരും അവരുടെ മേഖലയിൽ അവർ കഴിവ് തെളിയിച്ചിട്ടുള്ള ആളുകളാണ്. ഇന്ത്യയിൽ നിന്ന് റിലയൻസിലെ അദ്ദേഹത്തെ വിളിച്ചു എന്ന് പറയുന്നത് ശരിയല്ലേ? അല്ല, അതൊരു ബിസിനസ്, അതൊരു ട്രംപ് എന്ന് പറയുന്ന ഒരു ബിസിനസ്മാൻ ആണ്. ട്രംപിനേക്കാളിൽ കൂടുതൽ നെറ്റ്വർത്ത് ഉള്ള ഒരു മനുഷ്യനാണ് നമ്മുടെ അംബാനി എന്ന് പറയുന്നത്. അതൊരു വലിയ കാര്യമായിട്ട് നമുക്ക് കാണാം. ഒരു ബിസിനസ്മാൻ, നമ്മുടെ രാജ്യത്തെ ഒരു ബിസിനസ്മാനെ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഇനോഗ്രേഷന് വിളിച്ചു ഒരു ചീഫ് ഗസ്റ്റ് ആയിട്ട് എന്ന് പറയുമ്പോൾ, ഒരു സോഷ്യലിസ്റ്റിക് ആറ്റിറ്റ്യൂഡിൽ നമുക്ക് അതിനെ കാണാം. നമ്മുടെ പ്രധാനമന്ത്രിയെ വിളിക്കാതെ ഒരു ബിസിനസ്സുകാരനെ വിളിച്ചു മൂരാച്ചി എന്ന് വേണേ പറയാം. ബട്ട് റിയാലിറ്റി എന്താണ്? അയാൾ ഒരു ബിസിനസ്സാണ്. അയാളെ സംബന്ധിച്ച് ഇന്ത്യയിൽ നിന്നോ ചൈനയിൽ നിന്നോ മെക്സിക്കോയിൽ നിന്നുള്ള എല്ലാ ബില്യണേഴ്സിനെ അയാൾ വിളിക്കും. നിങ്ങൾ ഞങ്ങളുടെ രാജ്യത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യും, ഇന്ന കാര്യങ്ങൾ, നിങ്ങൾ ടാക്സ് ബ്രേക്ക് ഉൾപ്പെടെ ഞങ്ങൾ ഓപ്പൺ ചെയ്ത് തരാം, റെഗുലേഷൻസ് ഈസ് ചെയ്ത് തരാം, ഞങ്ങളുടെ രാജ്യത്ത് ഇൻവെസ്റ്റ് ചെയ്യും എന്ന് പറയും. ഇപ്പൊ നമ്മുടെ മോദി വെളി രാജ്യത്ത് പോയാൽ ഇത് തന്നെയാണ് പറയുന്നത്, ഇത് ഞങ്ങളുടെ രാജ്യത്ത് വരൂ, ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യും, ഇവിടെ മാനുഫാക്ചർ ചെയ്യും എന്നാണ് പറയുന്നത്. ഇപ്പോൾ മേക്ക് ഇൻ അമേരിക്ക പറയുമ്പോൾ നാച്ചുറലി അവിടുത്തെ കോസ്റ്റ്, പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടും. അപ്പോൾ ലിവിങ് കോസ്റ്റും അതിന് തുല്യമായി കൂടും എന്നാണ് എൻ്റെ. അതെ, അതിനാണ് ഈ ഭരണകൂടത്തിന്റെ ഫസ്റ്റ് ഐഡിയ വെച്ചിരിക്കുന്നത്. വെളിയിൽ നിന്ന് വരുന്ന സാധനത്തിന് 25% ടാരിഫ് അടിച്ചു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവരുടെ കോസ്റ്റ് ഓഫ് ബൈങ് കൂടുന്നു. മറ്റ് വെളിയിൽ നിന്ന് വരുന്ന പ്രോഡക്ട്സിന് മാനുഫാക്ചർഡ് ഇൻ US-ന് അവർ ടാക്സ് ബ്രേക്സ് കൊടുക്കുകയാണ് വില കുറയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കോമ്പറ്റീഷൻ പിടിച്ചു നിൽക്കാനാ മറ്റവർ 25% ടാരിഫ് അടിച്ച് വില കൂട്ടുന്നത്. അപ്പോൾ ഒരു ബിസിനസ് സൈഡിൽ നിന്ന് നോക്കിയാൽ 2 ടാക്സ് ബ്രേക്സ് ആണ് പുള്ളി പറയുന്നത്. ഒന്ന് ബിസിനസ്സുകാർക്ക് ടാക്സ് ബ്രേക്ക്, 2 ഇൻകം എന്താണോ ടാക്സ് ചെയ്തിരിക്കുന്ന ബ്രാക്കറ്റ്സ് അതിനൊരു ഇളവ്. അപ്പം ഫ്രീ ക്യാഷ് എന്നുള്ളത് ആ സൊസൈറ്റിയിൽ കൂടും. അപ്പൊ മേക്ക് ഇൻ അമേരിക്ക വരുന്നതിൽ വലിയ പ്രശ്നങ്ങൾ വരില്ല. ദൂർത്തടിക്കുന്നവരാണെങ്കിൽ കാര്യമില്ല, മേക്ക് ഇൻ അമേരിക്ക അല്ല മേക്ക് ഇൻ ഇന്ത്യ അല്ല എന്ത് വന്നാലും നടക്കില്ല. മുമ്പൊരിക്കൽ വന്നതുപോലെ IT മേഖലയിൽ ഒരിക്കൽ മുമ്പത്തെ ഭരണം വന്നപ്പോൾ IT-യിലെ അമേരിക്കൻ പ്രോഡക്ട്സ് എല്ലാ കമ്പനികളും തിരിച്ച് അമേരിക്കയിൽ കൊണ്ടുവരണം എന്നൊരു പ്രഖ്യാപനം ഉണ്ടായി. പക്ഷേ ബിസിനസ്സുകാർ, എൻ്റർപ്രണേഴ്സ് അതിനെ കർശനമായിട്ട് എതിർത്തു. എന്നുവെച്ചാൽ ഇന്ത്യൻ എഞ്ചിനീയേഴ്സ് അത്രയും ലാഭത്തിൽ അവർക്ക് ഒരു പ്രൊഡക്റ്റ് ചെയ്യാനൊക്കത്തില്ല. അങ്ങനെ ഒരു അവസരം ഉണ്ടായിരുന്നു ഇതിന് മുമ്പ് വന്നപ്പോൾ. ഇപ്പോൾ തന്നെ ടെക്നോ പാർക്കിൽ ഒരു അമേരിക്കൻ കമ്പനി വർക്ക് ചെയ്യുന്നുണ്ട്. അവർ എംപ്ലോയ് ചെയ്യുന്ന 6000 പേരെയാണ്. അവർ അടുത്തൊരു മീറ്റിങ്ങിൽ പറഞ്ഞത് അവർ 5 ഫ്ലോറൂടെ അവർ ആ ബിൽഡിങ്ങിൽ അവർ ലീസിനെടുത്തിരിക്കുന്നു. അതായത് അവരുടെ മാൻ പവർ കൂട്ടുകയാണ്. പക്ഷേ ഇങ്ങനെ ട്രംപിൻ്റെ ഈ പുതിയ പോളിസി വരുമ്പോൾ അത് ഇങ്ങനെയുള്ള കമ്പനികളെ അത് ബാധിക്കില്ലേ? നമ്മൾ ഇന്ത്യയിൽ നിന്ന് അമേരിക്കയെ നോക്കുമ്പോൾ ഇന്ത്യയിലുള്ള ലാഭം കുറയുന്നുണ്ട്. ട്രംപ് എന്ന പ്രസിഡന്റ് മാഗ അല്ലെ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അപ്പൊ മെയ്ഡ് ഇൻ അമേരിക്ക അല്ലെ മേക്ക് ഇൻ അമേരിക്ക എന്ന് പുള്ളി വെക്കുന്ന ആശയത്തില് അമേരിക്കയിൽ വിൽക്കാനുള്ള പ്രോഡക്റ്റ് ആണ് എങ്കിൽ അമേരിക്കയിൽ ഉണ്ടാക്കിയാൽ മതി. നമ്മുടെ ഇന്ത്യൻ
അനേക കമ്പനികൾ അവിടെ നടത്തുന്നുണ്ട്, ഉണ്ട് ഗാർമെന്റ്സ് ഒക്കെ. ഉണ്ട്. അവരെ സംബന്ധിച്ച് അത് എങ്ങനെയായിരിക്കും ഇനി തുടർന്നുള്ളത്? അത് പറയുമ്പോൾ നമ്മൾ രണ്ട് സൈഡും ചിന്തിക്കേണ്ടതാണ്. എന്നുവെച്ചാൽ നമ്മളിപ്പോൾ അമേരിക്കയിൽ ട്രംപ് കയറിയിട്ട് ഇന്ത്യയുടെ ഗുണം ചിന്തിക്കുന്നതിൽ കാര്യമില്ല. കാരണം ഇന്ത്യക്കാരും ടാക്സ് ചെയ്യുന്ന ഏതാണ്ട് അതേ രീതിയിൽ തന്നെയാണ്. പുള്ളി 25% മാത്രമേ ട്രേഡ് ടാരിഫ് പറഞ്ഞിട്ടുള്ളൂ. ഇന്ത്യയിൽ ഇപ്പോ അമേരിക്കയിൽ നിന്ന് വരുന്ന വാഹനം ഫോർഡ് ആകട്ടെ, യൂറോപ്പിൽ നിന്ന് വരുന്ന ബെൻസോ, BMW, വോൾവോ എന്തോ ആകട്ടെ, 130% നമ്മൾ ഇമ്പോർട്ട് ഡ്യൂട്ടി ആയിട്ട് ചാർജ് ചെയ്യുന്നത്. 50 ലക്ഷം രൂപയ്ക്ക് കിട്ടുന്ന വണ്ടി 1 കോടി രൂപയ്ക്കാണ് നമ്മുടെ മാർക്കറ്റിൽ വിൽക്കുന്നത്. എന്തുകൊണ്ടാ? മഹീന്ദ്രയും താറും ഒന്നും പൂട്ടി പോകരുത് എന്നുള്ളത് കൊണ്ടാണ്. അതേപോലെ തന്നെ അമേരിക്കയിൽ പ്രൊഡ്യൂസ് ചെയ്ത് അവിടെ വിൽക്കണമെങ്കിൽ അവിടുത്തെ കമ്പനികൾക്ക് ലാഭം വേണം. അപ്പോൾ വെളിയിൽ നിന്ന് വരുന്ന പ്രോഡക്ട്സിനെ കുറയ്ക്കണം. അതിനാണ് ഈ 25% ടാരിഫ്. ഫെബ്രുവരി 1 മുതൽ മെക്സിക്കോയും കാനഡയും അതിന്റെ ബോർഡറാണ് ഇല്ലേ, അവര് തന്നെ ടാരിഫ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവന്മാരെ എന്തോ ആയിരിക്കും ചെയ്യുന്നത്. കാരണം ബേസിക്കലി ഇവർ ഏറ്റവും അടുത്ത് കിടക്കുന്നതാണ്. ഒരു യുദ്ധം മുതൽ കാരണങ്ങൾ വരുമ്പോൾ റെഫ്യൂജി ക്രൈസിസ് ഒക്കെ വരുന്ന സ്ഥലങ്ങളാണ്. അവിടെ ഇതാണ് സ്ഥിതിയെങ്കിൽ പ്രയോറിറ്റി ഈസ് അമേരിക്ക. ഈ പുതിയ പ്രസിഡന്റ് കയറിയപ്പോൾ ഈ വരുന്ന 5 വർഷം എന്തൊക്കെ മാറ്റങ്ങളാണ് അമേരിക്കയിൽ സംഭവിക്കാൻ പോകുന്നതെന്നൊന്ന് വിശദമാക്കാവും. ഇതില് നമുക്ക് ചിന്തിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാല് അവര് വോട്ട് എന്നുള്ളൊരു കാര്യത്തിന് വേണ്ടി കുറെ ലിസ്റ്റ് ചെയ്ത് പറഞ്ഞിട്ട് ഞങ്ങൾ ഇത് ചെയ്യും, അത് ചെയ്യും, ഇത് ചെയ്യും, അത് ചെയ്യും. ഈ അഡ്മിനിസ്ട്രേഷൻ കഴിഞ്ഞ തവണ അങ്ങനെ കയറിയപ്പോ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുവെങ്കിലും അതിൽ ഒരുപാട് മെജോറിറ്റിയും ചെയ്തു. അതൊരു നല്ല കാര്യമാണ്. അങ്ങനെ തന്നെ അവർ ഇത്തവണയും തുടരുകയാണ് എങ്കിൽ ആശയ്ക്ക് വകയുണ്ട്. അമേരിക്കയിലേക്ക് പഠിക്കാനായി കയറിപ്പോകുന്ന നമ്മുടെ കുട്ടികൾക്ക് ആശയ്ക്ക് വകയുണ്ട്. കാരണം പഠിച്ച് പാസ്സായ ഗ്രീൻ കാർഡ് കിട്ടും. ഗ്രീൻ കാർഡ് ഉണ്ടെങ്കിൽ ജോലി കിട്ടാൻ എളുപ്പമുണ്ട് ഇല്ലേ. അതുപോലെ തന്നെ സേഫ്റ്റി കൂട്ടും. ഓക്കെ, അപ്പൊ ആ രാജ്യത്തിന്റെ പ്രയോറിറ്റി എന്താണ്? ആദ്യം ഇല്ലീഗൽ ഇമിഗ്രേഷൻ കുറയ്ക്കുക. വെറുതെ ആ രാജ്യത്തേക്ക് നടന്ന് കയറുന്ന ആളുകളുടെ എണ്ണം ഇന്ത്യക്കാരുൾപ്പെടെ, പാകിസ്ഥാനികൾ ഉൾപ്പെടെ, നേപ്പാളികൾ ഉൾപ്പെടെ എല്ലാം കുറയ്ക്കുക. അപ്പോ സേഫ്റ്റി കൂടി, ഡ്രഗ്സ് കുറഞ്ഞു, ട്രാഫിക്കിംഗ് കുറഞ്ഞു, എന്താ പറയണ്ടേ, ക്രൈം റേറ്റ് വളരെ താഴെ പോവുകയും വൺ ഓഫ് ദ സേഫസ്റ്റ് കൺട്രി ആയിട്ട് പണ്ടത്തെ പോലെ തന്നെ അമേരിക്ക വരികയും ചെയ്യും. ഇതാണ് അവരുടെ ഉദ്ദേശം. മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ. മാഗ എന്ന് പറഞ്ഞ തൊപ്പിയൊക്കെ വെച്ച് അവർ നടക്കുമ്പോ എതിർ ഗ്രൂപ്പുകാർ വളരെയധികം പുച്ഛിക്കുമായിരുന്നു. ബട്ട് ആ രാജ്യത്തിന് അടുത്ത 10 വർഷത്തേക്ക് ഇത് വളരെയധികം ഗുണം ചെയ്യും. അതേപോലെ ക്രിപ്റ്റോ കറൻസിയുടെ അല്ല, അതിനകത്ത് ഇപ്പോ റിന്യൂവബിൾ എനർജി എന്ന് നമ്മൾ പറയുന്ന രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്യണം. ക്രിപ്റ്റോ എന്നുള്ളത് ഒരു ഫൈനാൻഷ്യൽ എനർജിയാണ്. അത് ആദ്യം ചൈനയിലും മെക്സിക്കോയിലും ഒക്കെ മൈൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അമേരിക്കയിൽ അത് വളരെ റെസ്ട്രിക്റ്റഡ് ആയിരുന്നു. ഇപ്പൊ അതിന്റെ മൈനിങ് മെജോറിറ്റി അമേരിക്കയിലാണ്. അതിന്റെ തന്നെ മെജോറിറ്റിയും സസ്റ്റൈനബിൾ എനർജിയാണ്. അവരത് റിസർവിലേക്ക് ആഡ് ചെയ്യുന്നതാണ് പറയുന്നത്. വെച്ചാൽ ഗോൾഡ്, സിൽവർ, ഡോളർ, മറ്റ് കറൻസികളുടെ കൂടെയുള്ള ബാസ്ക്കറ്റിൽ ക്രിപ്റ്റോ അതായത് ബിറ്റ് കോയിൻ അവർ ആഡ് ചെയ്യും എന്നാണ് പറയുന്നത്. ട്രംപിന്റെ തന്നെ മകൻ ഓപ്പൺ ആയിട്ട് പറയുന്നത് പറഞ്ഞാൽ മറ്റു പല രാജ്യങ്ങളും ഓൾറെഡി ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തു, വൈ കാണ്ട് വി എന്നുള്ള ചോദ്യമാണ്. എന്ന് വെച്ചാൽ UAE $40 ബില്യൺ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത് മാത്രമാണ് ഇതിനെ ഇത്രയും എതിർത്ത് നിൽക്കുന്നത്. എന്തുകൊണ്ടാണ് ഇന്ത്യക്ക് അതിനൊരു വാതിൽ തുറക്കാനുള്ള മടി കാണിക്കുന്നത്? IIT-യിൽ നിന്നും IIM നിന്നും ഒക്കെ ഇറങ്ങിയ മന്ത്രിമാരൊക്കെ നമുക്ക് ഉണ്ട് എങ്കിലും അതൊക്കെ വളരെ കോൺസെൻട്രേറ്റഡ് ആണ്. മറ്റുള്ളവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90% സ്വിച്ചിട്ട് ബൾബ് കത്തി എന്ന് മാത്രം മനസ്സിലാകുന്ന ടീമാണ്. അവർക്ക് ഈ ക്രിപ്റ്റോ, ബ്ലോക്ക് ചെയിൻ, കോഡിംഗ് എന്നൊക്കെ പറയുന്ന അവരുടെ തലയുടെ മേളിൽ കൂടെ പോകുന്ന വിഷയമാണ്. അതുകൊണ്ട് 1, 2 ഇതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യും, ടാക്സ് ഇവേഷൻ എങ്ങനെ ടാക്കിൾ ചെയ്യും എന്ന് ചിന്തിച്ചിട്ടാണ്. നിങ്ങൾ 50 രൂപ ഉണ്ടാക്കുന്നുണ്ട്, ഞാൻ ഒന്നും ചെയ്തില്ലെങ്കിൽ എനിക്ക് 25 രൂപ വേണം എന്ന നയമാണല്ലോ എല്ലാ രാജ്യങ്ങളും. അപ്പൊ അവരുടെ ആ സോഴ്സ് വിട്ടു പോകാതിരിക്കാനുള്ള ഒരു പേടിയുമുണ്ട്. ബട്ട് അഗെയിൻ ഇങ്ങനെയുള്ള ഡെവലപ്ഡ് രാജ്യങ്ങളൊക്കെ അതിനൊരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കിയിട്ടാണ് അതിനകത്ത് ഇത് കൊണ്ടുവരുന്നത്. അപ്പൊ അമേരിക്ക ഇത് കൊണ്ടുവരുമ്പോ ഇന്ത്യക്ക് ഇത് വാലിഡ് അല്ല എന്ന് പറയാനൊരു സ്കോപ്പ് ഇല്ല. അങ്ങനെ പറഞ്ഞാലുള്ള പ്രശ്നം ഇത് ബേസ് ചെയ്തിട്ടുള്ള ബ്ലോക്ക് ചെയിൻ കമ്പനികളൊക്കെ അങ്ങോട്ട് പോകും. ഓൾറെഡി നമ്മൾ കണ്ടു, കൊറിയയിൽ ഫ്രീ സോൺ തുടങ്ങി ക്രിപ്റ്റോ ബ്ലോക്ക് ചെയിൻ ബേസ് കമ്പനികൾക്ക്. ദുബായിലേക്ക് തുടങ്ങുന്നു, എന്നുവെച്ചാൽ മിഡിൽ ഈസ്റ്റിലേക്ക് വന്നു, സൗത്ത് കൊറിയയിൽ വന്നു, US-ൽ വന്നു. എല്ലായിടത്തേക്കും ഇതിന്റെ ഇൻവെസ്റ്റ്മെന്റ്സ് പോകുന്നു. അത് ബേസ് ചെയ്തിട്ടുള്ള കോഡിങ് അങ്ങനെയുള്ള ജോലികൾ വരുന്നു. നമുക്ക് അതിന്റെ ഓപ്പർച്യൂണിറ്റി വേണമെങ്കിൽ നമ്മൾ ഓപ്പൺ അപ്പ് ആയേ പറ്റുള്ളൂ. അപ്പൊ അമേരിക്കയെ സംബന്ധിച്ച് ട്രംപ് എന്നൊരു ഭരണകൂടം അവിടെ കയറി കഴിയുമ്പോൾ ഇത് അവർ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അവർ ചെയ്യും. കാരണം ട്രംപ് ഇൻഡിവിജ്വൽ ആയിട്ട് ബിറ്റ് കോയിൻ ഹോൾഡ് ചെയ്യുന്നതാണ്. പുള്ളിയുടെ വാലറ്റ് അഡ്രസ് ഇടയ്ക്കിടയ്ക്ക് മറ്റേ വെയിൽ അലേർട്ടിനകത്ത് വരുന്നതാണ്. ഡോക്ടർ ഡാനിയേൽ, ഒരു സംശയം കൂടെ. ഇപ്പം തുടക്കത്തിൽ നമ്മൾ സംസാരിച്ച വഴിക്ക് പറഞ്ഞത് യുദ്ധം നിർത്തൽ ചെയ്ത് 1 ദിവസം മുമ്പ് അത് പറഞ്ഞല്ലോ. അപ്പം അതിന് ഉപരിയായിട്ട് ഒരു സംശയം കൂടെ എനിക്കുള്ളത്, പട്ടാളക്കാർ എല്ലാം അമേരിക്കൻ്റെ പല രാജ്യങ്ങളിലും കിടപ്പുണ്ട്. അപ്പം ഇനി അടുത്ത ഒരു നയം എന്തായിരിക്കണം ട്രംപിൻ്റെ?
അമേരിക്കയെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ അവരുടെ ചരിത്രത്തിൽ എൻ്റെ അറിവിൽ മറ്റൊരു പ്രസിഡന്റ് ഇല്ല ഒരു യുദ്ധം ഉണ്ടാക്കാത്തതായിട്ട്. Okay. കഴിഞ്ഞ തവണ ട്രംപ് ഭരണകൂടം ഇരുന്നപ്പോൾ ഒരു യുദ്ധമോ കടിപിടിയോ ഒന്നിനും നിന്നിട്ടില്ല. റൈറ്റ്. ഇത്തവണ അങ്ങനെ വരുന്നു എന്ന ന്യൂസിൽ തന്നെ ഓൾറെഡി ഉള്ള ഒരു യുദ്ധവും നിന്നു. സോ ഓട്ടോമാറ്റിക്കലി ഒരു ബിസിനസ് മാൻ എന്നുള്ള ഒരു ബേസിക്സ് ഉണ്ടല്ലോ, എങ്ങനെ എവിടെ പിടിക്കണം എന്നുള്ളത് പുള്ളിക്ക് അറിയാം. കാരണം എല്ലാ രാജ്യവും ബിസിനസ് ആണ്. ഓട്ടോമാറ്റിക്കലി നമ്മുടെ എംപ്ലോയീസ്, നമ്മുടെ രാജ്യത്തെ ആളുകൾക്ക് കൂടുതൽ നല്ല കാര്യങ്ങൾ വരണമെന്ന് ചിന്തിച്ച് ചെയ്യുന്ന ബിസിനസ് ആണ്. അത് എക്സ്പോർട്ട് ആണെങ്കിലും ഇമ്പോർട്ട് ആണെങ്കിലും എന്താണെങ്കിലും പുള്ളിക്ക് അത് നന്നായി ചെയ്യാൻ അറിയാം. ചെറുപ്പം മുതലേ അവരുടെ ഫാദർ ചെയ്യുന്നത് കണ്ടു വളർന്നു. പിന്നെ പുള്ളി അത് ചെയ്തു. ഇത്രയും വർഷം സക്സസ്ഫുൾ ആയി ലോകം മുഴുവൻ ട്രംപ് ടവർ അടിച്ചു. അപ്പൊ അങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ളത് കൊണ്ട് തന്നെ ഈ പല രാജ്യങ്ങളിൽ നിന്ന് വരുന്ന മിലിറ്ററിയെ അകത്ത് കൊണ്ടുവന്ന് ഫസ്റ്റ് ആ രാജ്യം ക്ലീനപ്പ് ചെയ്യും. ഇതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒരു നാഷണൽ എമർജൻസി വന്നാൽ പോലും അവരുടെ സജ്ജമാണ് അവരുടെ മിലിറ്ററി. മറ്റു രാജ്യങ്ങളെ വെറുതെ ഫ്രീ ആയിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന പരിപാടി ഉണ്ടാവില്ല. നീ വേണമെങ്കിൽ റിക്വസ്റ്റ് ചെയ്താൽ അതിനുള്ള പൈസ കൊടുത്താൽ പുള്ളി വിടുമായിരിക്കും. അതാണ് പുള്ളിയുടെ ഇപ്പോഴത്തെ ആറ്റിറ്റ്യൂഡ്. അത് നല്ല കാര്യമാണ്. നമ്മുടെ ഇന്ത്യയിലോട്ട് കൂടുതൽ അമേരിക്കൻ പ്രോഡക്ട്സ് വരാനുള്ള സാധ്യതകൾ ഉണ്ടോ? അതായത് ഹാർലി ഡേവിഡ്സൺ അമേരിക്കൻ പ്രോഡക്ട്സ് ആയിരുന്നു. ആദ്യം അവരുടെ ടാക്സ് കൂടുതലായിരുന്നു. അത് ഗവൺമെൻറ് റിക്വസ്റ്റ് ചെയ്തു. ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ പ്രാവശ്യം ഇരുന്നപ്പോൾ തന്നെയായിരുന്നു. ഡൊണാൾഡ് ട്രംപ് അതിൻ്റെ ടാക്സ് കുറച്ചു, എക്സ്പോർട്ട് ടാക്സ്. അങ്ങനെ ഇപ്പോഴും അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് ഹാർലി ഡേവിഡ്സൺ ഓടുന്നുണ്ട്. അത് മാനുഫാക്ചറിങ് എല്ലാം ഇവിടെ തന്നെ ചെയ്യുന്നുണ്ട്. അതുപോലെ മറ്റു പ്രൊഡക്ട്സുകൾ, അമേരിക്കൻ പ്രൊഡക്ട്സ് ഇന്ത്യയിൽ വരാൻ സാധ്യതയുണ്ട്. ആസ് എ ബിസിനസ് മാൻ അയാളെ സംബന്ധിച്ചത് ചിന്തിക്കുമ്പോൾ അയാൾ എഗെയിൻ ഐ റിപ്പീറ്റ്, അമേരിക്കൻ ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്യുമ്പോൾ മാത്രമേ ഇതൊക്കെ ഉള്ളൂ. അവർ പറഞ്ഞ അമേരിക്കൻ കമ്പനി വെളി ലോകം മുഴുവൻ സർവീസ് ചെയ്യണോ? ചെയ്യൂ, എല്ലായിടത്തും പോകും, ബിസിനസ് ചെയ്യും, നല്ല കാര്യം. പക്ഷെ അമേരിക്കയിൽ ചെയ്യണമെങ്കിൽ അമേരിക്കയിലായിരിക്കണം മാനുഫാക്ചറിംഗ് പുള്ളി പറയുന്നുള്ളൂ. അപ്പൊ ഇപ്പൊ ഹാർലി ഡേവിഡ്സൺ ഇന്ത്യയിൽ സർവീസ് ചെയ്യണം. ഇത്രയും പോപ്പുലേഷൻ ഉണ്ട്, ഒരുപാട് മിഡിൽ ക്ലാസ് വളർന്നു വരുന്നുണ്ട്, ഒരുപാട് പേര് റിച്ച് ആകുന്നുണ്ട്, വാങ്ങുന്നുണ്ട്. അപ്പൊ അതിന് ഇവിടെ ഉണ്ടാക്കുന്നതിൽ പുള്ളിക്ക് പ്രശ്നമില്ല. കാരണം ലാഭവിഹിതം തിരിച്ച് അങ്ങോട്ടാ പോകുന്നത്. പക്ഷെ ആ രാജ്യത്തെ കസ്റ്റമേഴ്സിനെ സർവീസ് ചെയ്യണമെങ്കിൽ അവിടെ പ്ലാന്റ് വേണമെന്ന് പുള്ളി പറയുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ തിരിച്ചു ചിന്തിക്കുമ്പോൾ ഇന്ത്യയിലേക്ക് നമ്മുടെ കസ്റ്റമേഴ്സിനെ സർവീസ് ചെയ്യണമെങ്കിൽ ഇപ്പൊ മോദി പറഞ്ഞേക്കുന്ന സാധനം 4000 കോടി ഇൻവെസ്റ്റ് ചെയ്യുക, അങ്ങനെയെങ്കിൽ നിങ്ങളുടെ പ്രോഡക്ട്സിന് ഈ ടാക്സ് ഇല്ല. എനിക്ക് തോന്നുന്നു ടെസ്ലയ്ക്ക് മാത്രമാണ് ആ വെച്ചിരിക്കുന്ന എക്സ്ക്ലൂഷൻ. വായിച്ചു നോക്കുമ്പോൾ ഇത്ര വിലയുടെ തൊട്ട മുകളിലുള്ള EV ഇത്ര കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ ടാക്സ് ഇല്ല എന്നുള്ളത്. അത് ഏതാണ്ട് എനിക്ക് തോന്നുന്നു ടെസ്ലയുടെ ബേസ് മോഡലിലാണ്. അപ്പോൾ ഇന്ത്യയിൽ ഇവരെല്ലാം വരും, ഇൻവെസ്റ്റ് ചെയ്യും, അവരുടെ പ്രോഡക്ട്സ് ഇന്ത്യൻ മാർക്കറ്റുകളിലേക്ക് ഇറക്കും. നല്ല പ്രോഡക്റ്റുകൾ നമുക്ക് ഇനിയും ഉപയോഗിക്കാൻ കിട്ടും. പ്രോബ്ലം ഇസ് വാട്ട്? $30,000 ഒരു 25 ലക്ഷം രൂപയ്ക്ക് അല്ലെ 30 ലക്ഷം രൂപയ്ക്ക് ടെസ്ലയുടെ ഇലക്ട്രിക് കാർ കിട്ടുന്ന സമയത്ത് ചിലപ്പോൾ ടാറ്റയുടെയോ മഹീന്ദ്രയുടെയോ 25 കൊടുത്ത് വാങ്ങാൻ ഇന്ത്യക്കാർ തയ്യാറായി എന്ന് വരില്ല. വന്ന ഉടനെ അടുത്തൊരു 5 വർഷത്തേക്ക് അത് ഇന്ത്യൻ ബ്രാൻഡുകൾക്ക് ഒരു അടി തന്നെ ആയിരിക്കും. അതുപോലെ ട്രംപ് ബാക്കിയുള്ള രാജ്യങ്ങളിലെ ബിസിനസ് പരമായിട്ടാണോ കാണൂ എന്നാണോ ഈ പറഞ്ഞതിന്റെ അർത്ഥം? അങ്ങനെ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. കാരണം 2017 മറ്റു പല രാജ്യങ്ങളും മടിക്കുന്ന അല്ലെ നേതാക്കന്മാരെ ഒന്ന് അറയ്ക്കുന്ന കാര്യം പുള്ളി ചെയ്തിട്ടുണ്ട്. 2017 പല മുസ്ലിം രാജ്യങ്ങളിൽ നിന്നുള്ള റെഫ്യൂജി എൻട്രി ബാൻ ചെയ്തിരുന്നു. ഇറാഖ്, ഇറാൻ, സുഡാൻ, സൊമാലിയ, ഒരുപാട് യമൻ ഒക്കെ അടിച്ചു തകർക്കുന്ന രീതിയിൽ ഒറ്റയടിക്ക് നോ എന്ന് പറഞ്ഞിരുന്നു. മറ്റു രാജ്യങ്ങളിലെ തലവന്മാരത് പറയാനൊന്നും പേടിക്കും. കാരണം ഇതെല്ലാം മുസ്ലിം രാജ്യങ്ങളാണ്, റിയാക്ഷൻ വരും, പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്, അങ്ങനെ ഒരുപാട് കുരിശുകൾ ഇതിനിടയിൽ ഉള്ളത് കൊണ്ട്. ബട്ട് ആ രാജ്യത്തെ ക്രൈം റേറ്റിൽ ഇവർക്കുള്ള പങ്കുകളും ആ സമയത്ത് അതുകൊണ്ട് നമ്മൾ നോക്കണം. ISISന്റെ യുദ്ധവും പ്രശ്നവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് റെഫ്യൂജികൾ അവിടെ നിന്ന് തൊട്ടടുത്ത സൗദിയിലോ ഇറാനിലോ മറ്റു സ്ഥലങ്ങളിലോ പോകാതെ ഇങ്ങോട്ട് വരുമ്പോൾ ഉള്ള പ്രശ്നമാണ് പുള്ളി അന്ന് പ്രകടിപ്പിച്ചിരുന്നത്. മറ്റവര് പ്രകടിപ്പിച്ചിട്ടില്ല. യൂറോപ്പൊക്കെ റെഡ് കാർപ്പറ്റ് ഇട്ട് വായോ എന്ന് പറയുകയായിരുന്നു. അപ്പം അതൊരു വലിയ വ്യത്യാസമായിരിക്കും. എലോൺ മസ്കിന്റെ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻസ് ഇന്ത്യയിൽ വരുന്നു എന്ന് കേൾക്കുന്നു. പക്ഷെ അത് പിന്നീട് അത് മാറ്റിവെച്ചു. ഇപ്പം അടുത്ത എന്തായിരിക്കും അദ്ദേഹത്തിന്റെ നീക്കം? അല്ല, അതിനകത്ത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം നമ്മുടെ ഇവിടെ നിന്ന് ഒരു ബിസിനസ് മാൻ അവിടെ പോകുന്നു, അവിടെ ഇനോഗ്രേഷന്. അദ്ദേഹം ഓൾറെഡി എയർ ഫൈബർ പ്രഖ്യാപിച്ചിട്ടുണ്ട്, മേജർ സിറ്റിയിലൊക്കെ വന്നു കഴിഞ്ഞു, ചെറിയ ചെറിയ സിറ്റികളിലേക്ക് കൊണ്ടുവരുന്നു എന്ന് പറയുന്നു. അപ്പൊ ഓട്ടോമാറ്റിക്കലി മസ്കുമായിട്ടുള്ള കോമ്പറ്റീഷൻ അവരവിടെ കുറയ്ക്കും. റിച്ചസ്റ്റ് 10 പീപ്പിൾ വരുന്ന ആളാണ് മസ്കും. അതുപോലെ മസ്ക് 1ാം സ്ഥാനം, അംബാനി എനിക്കൊന്ന് 10ാം സ്ഥാനം കണ്ട. അവര് തമ്മിൽ എന്തായാലും ഒരു കോൺടാക്ട് ഉണ്ടാവും, കോമ്പറ്റീഷൻ ഹെൽത്തി ആയിട്ടുള്ളത് ഉണ്ടാവുമെങ്കിൽ തന്നെ വിത്തിൻ ഇന്ത്യ പിടിക്കാനുള്ള ശ്രമം എനിക്ക് തോന്നുന്നു മസ്ക് കുറവായിരിക്കും. പ്രീമിയം കസ്റ്റമേഴ്സിന് ഓപ്ഷൻ ഉണ്ടാവും. കാരണം അംബാനി കൊടുക്കുന്ന റേറ്റിന് എന്തായാലും മസ്കിന് കൊടുക്കാൻ പറ്റില്ല.
ബട്ട് സർവീസ് വിൽ ബി Service- ബെറ്റർ ഫ്രം മസ്ക്. കാരണം ഈ സാധനം എടുത്തിട്ട് ഏത് രാജ്യത്ത് പോയാലും എവിടെ സാധനമുണ്ട്. വേണേലും പോവാം. അവന്റെ സാറ്റലൈറ്റ് ലോകം മുഴുവൻ കറങ്ങുകയാണ് എന്നുള്ള ഒരു ഗുണം അതിനുണ്ടാകും. കാരണം നമ്മുടെ എയർ ഫൈബർ ചിലപ്പോൾ ലിമിറ്റഡ് ആയിരിക്കും. നിങ്ങളുടെ ലൊക്കേഷനിൽ മാത്രമേ പറ്റൂ, എല്ലായിടത്തും കൊണ്ടുപോകാൻ പറ്റില്ല. അങ്ങനെ വല്ലതും ആണ് വരുന്നതെങ്കിൽ ഓബിയസ്ലി ബിസിനസ്സുകാരൊക്കെ മസ്കിന്റെ സാധനത്തിലേക്ക് ഓപ്റ്റ് ചെയ്യും. അതെ. അപ്പോ 2025 രണ്ടാം ട്രംപ് ഭരണകൂടം അവിടെ കയറുമ്പോൾ ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് ചേക്കേറിയിരിക്കുന്ന ഇന്ത്യക്കാർക്ക്, ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് പഠിക്കാൻ പോകുന്ന നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരുന്നു. നമ്മുടെ ട്രേഡിൽ മാത്രമാണ് ശകലം നെഗറ്റീവായിട്ട് എന്തെങ്കിലും ഉള്ളത്. പഠിക്കാൻ വേണ്ടി പല രാജ്യങ്ങളിൽ പോകാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യക്കാർക്ക് ഇപ്പോൾ അമേരിക്ക വീണ്ടും ഒരു സ്വപ്ന ലോകമായി മാറുകയാണ്. അടുത്ത 5 വർഷം അത് അങ്ങനെ തന്നെ ആയിരിക്കും.